ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. എല്ലാവരും ഗംഭീരമായിട്ട് +1 പഠിച്ചു തുടങ്ങി എന്ന കാര്യം എനിക്ക് ഉറപ്പാണ് മക്കളെ. സോ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങളിൽ പലരും അല്ലെങ്കിൽ മെജോറിറ്റി കുട്ടികളും തെറ്റിക്കാൻ സാധ്യതയുള്ള, നിങ്ങൾ ഇന്നേ വരെ കാണാത്ത എന്നാൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം വന്നാൽ 3 മാർക്ക് നഷ്ടപ്പെടുമെന്ന തമ്പനയിൽ അതിനകത്ത് കൊടുത്ത്. ആ ഒരു ഭയം നിങ്ങൾക്ക് വേണം, എങ്കിലേ ആ ചോദ്യത്തെ നിങ്ങൾ വ്യക്തമായി തന്നെ പഠിക്കത്തുള്ളൂ. സോ അത്തരം ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ 2 അപ്ലിക്കേഷൻസ് ഉണ്ട് ഡയമെൻഷണൽ അനാലിസിസിന്. അതിൽ രണ്ടാമത്തെ അപ്ലിക്കേഷനായ ഡെഡ്യൂസ് ദ റിലേഷൻഷിപ്പ് എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കീഴിൽ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എനിക്കുറപ്പാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം കുട്ടികളും ഈ ചോദ്യം പ്രാക്ടീസ് ചെയ്യാത്തവരായിരിക്കും, ഈ ചോദ്യം ഇന്നേ വരെ കാണാത്തവരായിരിക്കും. സോ അത്തരം ഒരു ചോദ്യമാണ് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്, പഠിച്ചെടുക്കാൻ പോകുന്നത്. തയ്യാറാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുക. സോ ആദ്യം പറയാനുള്ള കാര്യം നമ്മുടെ സ്വന്തം വാട്സപ്പ് ചാനലിനെ പറ്റിയാണ്. ഏറ്റവും തികച്ചും സൗജന്യമായിട്ട് ഡെയിലി ക്വസ്റ്റ്യൻസും ഡെയിലി +1 റിലേറ്റഡ് ആയ അപ്ഡേറ്റ്സും എല്ലാം വരുന്നൊരു വാട്സപ്പ് ചാനലാണ് നമ്മുടെ സൈലത്തിനുള്ളത്. സോ ആ ചാനലിലെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എല്ലാവരും ആ പറയുന്ന ചാനലിനകത്ത് കയറുക, എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക. അടിപൊളിയായ കാര്യങ്ങളാണ് അതിനകത്ത് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. ഈ ഒരു അവസരം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കണം, ഇതാണ് നമ്മുടെ ചോദ്യം എല്ലാവരും മനസ്സിരുത്തി ഒരു 2 തവണ വായിച്ചിട്ട് മാത്രം ഉത്തരത്തിലോട്ട് കടന്നാൽ മതി. അത് ഏത് സബ്ജക്റ്റോ ആയിക്കോട്ടെ, ഏത് ക്വസ്റ്റ്യനോ ആയിക്കോട്ടെ, ഏറ്റവും നിസ്സാരമായ ചോദ്യമാണെങ്കിൽ പോലും നമ്മളത് 2 തവണ വായിക്കണം. അതിലൊരു മടിയും നിങ്ങൾ കാണിക്കരുത്. ചോദ്യം നമുക്ക് വായിക്കാം മക്കളെ. ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷനെ പറ്റിയാണ് ചോദ്യത്തിനകത്ത് പ്രതിപാദിക്കുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ, എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നു പറയുന്നത്? ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു സ്ട്രിങ്ങിൻ്റെ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ്ങിൻ്റെ നീളത്തിനെ അല്ലെങ്കിൽ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ടെൻഷനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആയ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ 3 പാരാമീറ്റേഴ്സിനെയാണ് ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലെങ്ത്തിനെ അഥവാ നീളത്തിനെ, രണ്ടാമത്തെ ടെൻഷന്, മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിനെ അഥവാ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത്രയും പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നു. നമുക്ക് ഫ്രീക്വൻസിയുടെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്തെടുക്കേണ്ടത് യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്. എങ്ങനെ ചെയ്യാമെന്നല്ലേ? സോ അത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടുള്ള കൈനറ്റിക് എനർജിയും സെൻട്രിപെഡൽ ഫോഴ്സും ടൈം പീരീഡും എല്ലാത്തിലും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെയാണ്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കിടക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും അറിയാം. ഇതിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ പ്രപ്പോർഷണാലിറ്റി ഇട്ട് എഴുതും. സോ ഫ്രീക്വൻസിയെ ന്യൂ എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. സോ ന്യൂ ഈക്വൽ ടു അല്ലെങ്കിൽ ന്യൂ ഈസ് പ്രപ്പോർഷണൽ ടു ലെങ്ത്, അതുപോലെ തന്നെ ടെൻഷൻ, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇക്വേഷൻ നമ്പർ 1. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെയാണ്, എല്ലാവർക്കും അറിയുന്ന സ്റ്റെപ്പ് കൂടിയാണ്. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് അതിനെന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്ന പാരാമീറ്റേഴ്സിന് പ്രപ്പോർഷണാലിറ്റി ഇട്ട് എഴുതുക. അതിൽ യാതൊരുവിധ തർക്കവുമില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. റൈറ്റ്, മുന്നോട്ട് പോവുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് മക്കളെ? പ്രപ്പോർഷണാലിറ്റി മാറ്റി നമുക്ക് ഈക്വൽ ടു ആക്കണം. പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുന്ന സമയത്ത് നമുക്കൊരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. സോ ന്യൂ ഈക്വൽ ടു ആക്കി. പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കെ ആണ്. അടുത്തത് ലെങ്ത്തിൻ്റെ പവറിൽ എ കൊടുക്കണം, ടെൻഷൻ്റെ പവറിൽ ബി കൊടുക്കണം, മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിൻ്റെ പവറിൽ സി എന്ന് കൊടുക്കണം. ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ പാരാമീറ്റേഴ്സിനൊക്കെ എ ബി സി എന്നുള്ള പവേഴ്സ് കൊടുക്കണമെന്ന കാര്യവും എൻ്റെ മക്കൾക്കറിയാം. അടുത്ത സ്റ്റെപ്പിൽ ഇവയുടെ ഡയമെൻഷൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. തീർച്ചയായും അത് തന്നെയല്ലടാ മക്കളെ, ഇവയുടെ ഡയമെൻഷൻസ് നമുക്ക് എഴുതണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ, ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ എന്താണ്? എല്ലാവർക്കും അറിയേണ്ടതാണ് ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ. സോ അത് നിങ്ങൾ പഠിക്കേണ്ടതുമാണ് മക്കളെ. ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയണം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. 1/t ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഫ്രീക്വൻസി എന്തായിരിക്കും? ടൈമിൻ്റെ ഡയമെൻഷൻ ടി തന്നെയല്ലടാ. സോ എന്ത് വരും? 1/t എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ്, അല്ലെങ്കിൽ അങ്ങനെ എഴുതിയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1/t എന്ന് വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്ത് എഴുതാം നമുക്ക്? t⁻⁻1 എഴുതാം. സോ ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ എന്താണെന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. അത് t⁻⁻1 ആണ് എന്ന തിരിച്ചറിവ് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വേണം. ദ ഡയമെൻഷൻ ഫോർ ഫ്രീക്വൻസി ഈസ് t⁻⁻1. അത് നിങ്ങളുടെ മനസ്സിനകത്ത് ഉറപ്പിച്ച് വെക്കേണ്ടതാണ്.
അടുത്ത കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ ലെങ്ത്തിന്റെ ഡയമെൻഷൻ നമുക്ക് ഫെമിലിയർ ആണ്, തർക്കമില്ല, അത് ക്യാപിറ്റൽ എൽ തന്നെയാണ്. ടി എന്ന് പറഞ്ഞാൽ ടെൻഷൻ, അത് നിങ്ങളുടെ മനസ്സിൽ അടുത്ത കാര്യമാണ്. ടെൻഷൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ അതേ ഡയമെൻഷൻ, അത് ഫോഴ്സ് തന്നെയാണ്, തർക്കമില്ല. സോ ഫോഴ്സിൻ്റെ അതേ ഡയമെൻഷൻ mlt⁻². ഇതാണ് ടെൻഷൻ്റെ ഡയമെൻഷൻ. അതിലും നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട. ഫോഴ്സ് തന്നെയാണ് ടെൻഷൻ എന്ന് പറയുന്നത്, സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് തന്നെയാണ് ടെൻഷൻ. സോ അതെന്താണ് mlt⁻². സെറ്റ്, തർക്കമില്ല. അടുത്ത കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമാണ് സ്മോൾ എം എന്ന് പറയുക. അത് മാസ് അല്ല മക്കളെ, അതെന്താണ്? അത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണടാ, അത് മാസ് അല്ലടാ, അത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണടാ അതെന്ന് പറയുന്നത്. സോ സ്മോൾ എം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്, തർക്കമില്ല, അത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. എങ്കിൽ സ്മോൾ എമ്മിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? സ്മോൾ എമ്മിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും മക്കളെ? മാസിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം ആണ്, ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എൽ ആണെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ ml⁻⁻1 ആയിരിക്കും. മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും മക്കളെ? ml⁻⁻1 ആയിരിക്കും. ഇത് മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു വെക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. റൈറ്റ്, ക്രിസ്റ്റൽ ക്ലിയർ, യാതൊരുവിധ സംശയവും ഇല്ലല്ലോ. ഇനിയിപ്പം മാരെയൊക്കെ എടുത്ത് നമുക്ക് പഠിക്കാം. വാടാ മക്കളെ. സോ ഫ്രീക്വൻസിക്ക് പകരം നമുക്ക് ഡയമെൻഷൻ ഇടണം. ഫ്രീക്വൻസിക്ക് പകരം നമ്മൾ കൊടുക്കുന്ന ഡയമെൻഷൻ എന്താണ് മക്കളെ? ഈ പറയുന്ന t⁻⁻1. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരിക്കലും t⁻⁻1 മാത്രമായി എഴുതാറില്ല, മറിച്ച് m⁻⁴, l⁻⁴, t⁻⁻1 ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും എഴുതാറുള്ളത്. കാരണം നമുക്ക് ഇക്വേറ്റ് ചെയ്യാനുള്ള കൺവീനിയൻസിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ ഡയമെൻഷൻ എഴുതുന്നത്. കാരണം m⁻⁴ എന്ന് പറഞ്ഞാൽ അത് 1 ആണ്, അത് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. l⁻⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1 ആണ്, അത് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. സോ പവേഴ്സിൽ 0 ഇട്ടത് കൊണ്ട് ഒരു മാറ്റവും ഡയമെൻഷൻസിൽ വരാനിരിക്കുന്നില്ല, അല്ലെങ്കിൽ വരാൻ പോകുന്നില്ല. സോ ജസ്റ്റ് രണ്ട് വശങ്ങളും ഇക്വേറ്റ് ചെയ്യാനുള്ള കൺവീനിയൻസ് കൊണ്ട് മാത്രമാണ് പവേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? 0 ഇട്ട് അവിടെ കൊണ്ടുപോയി വെക്കുന്നത്. റൈറ്റ്, ഓക്കെ. അടുത്തത് കെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്, അവൻ എന്തില്ല? അവന് ഡയമെൻഷൻ ഇല്ല. കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, അവന് ഡയമെൻഷൻ ഇല്ല. അടുത്തത് എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ഡയമെൻഷൻ എൽ, ക്യാപിറ്റൽ എൽ എഴുതിയിട്ട് പവറിൽ എ എഴുതുക. ടി ടെൻഷൻ നമ്മൾ പറഞ്ഞു, ഫോഴ്സിന്റെ അതേ ഡയമെൻഷൻ ആണ്. സോ mlt⁻⁻2 പവറിൽ ബി. മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഡയമെൻഷൻ നമുക്കറിയാം ml⁻⁻1, ml⁻⁻1 പവറിൽ എന്താണ്? സി. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് ഞാനിവിടെ വിളിച്ചു. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോടാ മക്കളെ. മുന്നോട്ട് പോവുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കുക. പവേഴ്സ് ഞാൻ അകത്തോട്ടിടുകയാണ്, പവേഴ്സ് എല്ലാം അകത്തോട്ടിടാൻ പോവുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. സോ m⁻⁴, l⁻⁴, t⁻⁻1 ഇവിടെ എന്ത് വരോടാ? l⁻A. അടുത്തത് m⁻B പോരട്ടെ, m⁻B. അടുത്തത് l⁻B. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക, t⁻⁻2 ഹോൾ പവർ ഓഫ് ബി അല്ലേ? സോ t⁻⁻2b. അടുത്തത് സി അകത്തോട്ട് പോയാൽ m⁻C. അടുത്തത് l⁻⁻1 ഹോൾ പവർ ഓഫ് സി ആണ്. സോ l⁻⁻C. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 4 ആണ്. അടിപൊളിയായിട്ട് മനസ്സിലായോടാ? ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഫിഗർ വരുന്ന ചോദ്യം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും അപ്രോച്ച് ചെയ്യുക. എളുപ്പത്തിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ശ്രദ്ധിക്കണം മക്കളെ. അടുത്ത സ്റ്റെപ്പ് ലളിതമാണ്. m⁻⁴, l⁻⁴, t⁻⁻1 ഇവിടെ ആദ്യം എമ്മിൻ്റെ പവേഴ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ m⁻, ഇവിടെ എന്താ ഉള്ളത്? ബി ആണ്, ഇവിടെ എന്താ ഉള്ളത്? സി ആണ്. സോ m⁻B+C. അടുത്ത് l⁻, നോക്കടാ, l⁻A ഉണ്ട്, ബി ഉണ്ട്, -C ഉണ്ട്. സോ A+B-C. അടുത്തത് t⁻⁻2b. അവൻ ഒരൊറ്റ അണ്ണനേ ഉള്ളൂ, -2b മാത്രം. ഇക്വേഷൻ നമ്പർ 5. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് ഇതിനകത്തില്ലാലോ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലടാ മക്കളെ? ഇനി പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. സോ ആദ്യം ഡയറക്റ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന അണ്ണന്മാരെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ടിയുടെ പവർ -2b, ഇവിടെ -1, അത് നമുക്ക് നേരിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ -2b ശ്രദ്ധിക്കടാ, -2b = -1 എന്ന് എഴുതാം. എങ്കിൽ ബി ഈക്വൽ ടു എന്ത് വരും? -1 ഡിവൈഡഡ് ബൈ -2. മൈനസും പോയാൽ 1/2. സോ ബി ഈക്വൽ ടു 1/2. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അന്തസ്സായിട്ട് എല്ലാവർക്കും മനസ്സിലായില്ലടാ? ബി ഈക്വൽ ടു 1/2. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 6. ബി ഈക്വൽ ടു 1/2, ഇക്വേഷൻ നമ്പർ 6. ഗംഭീരമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത്
നെക്സ്റ്റ് വൺ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. എമ്മിൻ്റെ പവേഴ്സാണ് ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. ബി പ്ലസ് സിയും സീറോയും. നോക്കടാ, ബി പ്ലസ് സി ഈക്വൽ ടു സീറോ. ബി ഓൾറെഡി കണ്ടുപിടിച്ചു 1/2 എന്ന്. സോ 1/2 പ്ലസ് സി ഈക്വൽ ടു സീറോ. അപ്പം സി ഈക്വൽ ടു എന്ത് വരും? -1/2 എന്ന് വരും. സി ഈക്വൽ ടു എന്ത് കിട്ടി? -1/2 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 7. ഓൾ സെറ്റ്. ഒരു തരി സംശയമില്ലാലോ. അടുത്തത് നെക്സ്റ്റ് വൺ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എല്ലിൻ്റെ പവേഴ്സാണ്. സോ എ പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. വാടാ മക്കളെ, എ പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു 0. എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എ പ്ലസ് ബി എത്രയാണടാ? ബി 1/2 ആണ്. മൈനസ് സിയുടെ വാല്യൂ എത്രയാണ്? -1/2 ആണ്. ഈക്വൽ ടു 0. അപ്പോൾ എ പ്ലസ് 1/2 പ്ലസ് മൈനസും മൈനസും പ്ലസ് അല്ലേ? പ്ലസ് 1/2 ഈക്വൽ ടു 0. സോ എ പ്ലസ് അര പ്ലസ് അര ഒന്നല്ലടാ. സോ 1/2 പ്ലസ് 1/2 1 ആണ്. ഈക്വൽ ടു 0. സോ എ ഈക്വൽ ടു +1 അപ്പുറത്തും എന്താവും? -1 ആയിട്ട് മാറും. സോ എ ഈക്വൽ ടു -1. ഗംഭീരമായിട്ട് മനസ്സിലായില്ലേ? സോ എയുടെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ്? -1 ആണ്. ഒരു തരി സംശയമില്ലാലോടാ മക്കളെ. അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? സോ എ ഈക്വൽ ടു -1. ഇക്വേഷൻ നമ്പർ 8. നമുക്കെല്ലാം കിട്ടി, എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടി. ഇനി ഒന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. അഥവാ ന്യൂ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ പവർ ഓഫ് എ എന്നാണ്. സോ നോക്കടാ, എൽ പവർ ഓഫ് എയുടെ വാല്യൂ -1. അടുത്തത് ടി പവർ ഓഫ് ബി എന്നാണ്. സോ ടി പവർ ഓഫ് ബിയുടെ വാല്യൂ എത്രയാണ്? 1/2. അടുത്തത് നെക്സ്റ്റ് വൺ എം പവർ ഓഫ് സി എന്നാണ്. സിയുടെ വാല്യൂ എത്രയാണ്? -1/2. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇക്വേഷൻ നമ്പർ 9. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അഥവാ മക്കളെ, എക്സ് പവർ ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ അത് √x-ന് ഈക്വൽ ആണ്. വൈ പവർ ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ അത് √y-ക്ക് ഈക്വൽ ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് പവർ ഓഫ് -1/2 എന്ന് പറഞ്ഞാൽ അത് √1/x-ന് ഈക്വൽ ആണ്. വൈ പവർ ഓഫ് -1/2 എന്ന് പറഞ്ഞാൽ അത് √1/y-ക്ക് ഈക്വൽ ആണ്. ഇത് മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണടാ. എങ്കിൽ നമുക്ക് ഈ കാര്യം നോക്കണം. ശ്രദ്ധിക്കടാ. ന്യൂ ഈക്വൽ ടു കെ ഇൻറ്റു എൽ പവർ ഓഫ് -1. എൽ പവർ ഓഫ് -1 എന്തിന് ഈക്വൽ ആണ്? അല്ലെങ്കിൽ സിംപ്ലി എ പവർ ഓഫ് -1 എന്ന് പറഞ്ഞാൽ 1/a-ക്ക് ഈക്വൽ ആണ്. എ പവർ ഓഫ് -1 എന്ന് പറഞ്ഞാൽ 1/a-ക്ക് ഈക്വൽ ആണ്. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എൽ പവർ ഓഫ് -1 എന്ന് പറഞ്ഞാൽ 1/L-ന് ഈക്വൽ ആണ്. അപ്പോൾ ഞാൻ k/L ആയിട്ട് അവൻ എഴുതുവാണ്. k/L ആയിട്ട് എഴുതുവാണ്. റൈറ്റ്, k/L. കാരണം 1/L-ന് ഈക്വൽ ആണ്. സോ അത് k/L ആയിട്ട് നമുക്ക് എഴുതാം. അടുത്തത് ടി പവർ ഓഫ് 1/2 അത് √t-ക്ക് ഈക്വൽ ആണ്. എം പവർ ഓഫ് -1/2 അത് √1/m-ന് ഈക്വൽ ആണ്. തർക്കമില്ലാത്ത കാര്യമാണ്. ഞാൻ ഈ സൈഡ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് തരാം. മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമായതിനാലാണ്. അഥവാ എൽ പവർ ഓഫ് -1 എന്ന് പറഞ്ഞാൽ 1/L-ന് ഈക്വൽ ആണ്. ടി പവർ ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ √t-ക്ക് ഈക്വൽ ആണ്. എം പവർ ഓഫ് -1/2 എന്ന് പറഞ്ഞാൽ √1/m-ന് ഈക്വൽ ആണ്. തർക്കമില്ലാത്ത കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ അതുകൊണ്ടാണ് എൽ താഴെ വന്നത്. 1/L ആണല്ലോ. സോ k ഇൻറ്റു 1/L എന്ന് പറഞ്ഞാൽ അതിനെ k/L എന്ന് എഴുതാം. റൈറ്റ്. അടുത്തത് t⁻1/2 m -1/2 ഉണ്ട്. കമ്പൈൻ ചെയ്ത് ഞാൻ എഴുതുകയാണ് മക്കളെ. √t/m. എങ്ങനെ വന്നു എന്നല്ലടാ ശ്രദ്ധിക്കടാ. നമുക്കറിയാം t⁻1/2 എന്ന് പറഞ്ഞാൽ √t-ക്ക് ഈക്വൽ ആണ്. അതുപോലെ തന്നെ m -1/2 എന്ന് വെച്ചാൽ 1/√m-ന് ഈക്വൽ ആണ്. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ √t/m എന്ന് വരും. ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക. 10 സ്റ്റെപ്പ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്നത്തെ അഗ്നി ബാച്ച് കുട്ടികളുടെ രാവിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഉൾപ്പെടുത്തിയ ചോദ്യമാണ്. നിങ്ങളിത് പഠിക്കണം. എല്ലാവർക്കും ഈ ചോദ്യം അറിയണം. ഇനി നിങ്ങളുടെ ഓണപ്പരീക്ഷയിൽ സ്കൂളിൽ ഈ ചോദ്യം ഇട്ടാലും എൻ്റെ മക്കൾ കോൺഫിഡൻ്റായി അപ്രോച്ച് ചെയ്യണം. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം. അടിപൊളിയായിട്ട് മനസ്സിലായില്ലടാ. ഇനിയും പലരും താഴെയുള്ള സ്ക്രോൾ കണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനിയും ഞങ്ങൾക്ക് അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമോ? ഇനിയും നിങ്ങൾക്ക് അഗ്നി ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കും. എല്ലാ ഫീച്ചേഴ്സും അഗ്നി ബാച്ചിനകത്ത് അവൈലബിൾ ആണ്. ഓണപ്പരീക്ഷയിൽ മുഴുവൻ മാർക്കും നമ്മൾ ഉറപ്പിച്ചിരിക്കും. എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പർ 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഉറപ്പിക്കുക സീറ്റ്. അതുപോലെ തന്നെ ഈ പറയുന്ന വീഡിയോനെ പറ്റിയുള്ള വിലയേറിയ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഗംഭീരമായ ചോദ്യങ്ങളുമായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. സോ നമുക്ക് കാണാം മക്കളെ. ലവ് യു ഓൾ. ബൈ.